Welcome back to our business studies class. In the last class, we were talking about the topic coordination, the essence of management. In this class, we are going to learn the importance and characteristics of coordination. In the last class, we studied coordination is the process by which the manager synchronizes all business activities. Business organization വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോഓർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന കോഓർഡിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും കോഓർഡിനേഷന്റെ ഇമ്പോർട്ടൻസുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്നത്. കൂടാതെ കോഓർഡിനേഷൻ ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാൻ രണ്ട് റീസൺസ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയിലുണ്ടോ? ഒന്നുകൂടി പറയാം. ഒന്ന്, കോഓർഡിനേഷൻ ഈസ് നീഡഡ് ടു പെർഫോം വാരിയസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ ഫംഗ്ഷനിലും കോഓർഡിനേഷൻ എന്ന പ്രവർത്തനം ഉണ്ട്. നമ്മളത് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. Then the second one, coordination is required at all levels of the management. ഓർഗനൈസേഷന്റെ എല്ലാ ലെവലിലും കോഓർഡിനേഷൻ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Now we need to understand what are the characteristics of coordination. കോഓർഡിനേഷന്റെ characteristics എന്തെല്ലാമാണ്? First point, coordination integrate group effort. Coordination brings the group effort together. It applies to a common group, not an individual. Then in business organization, the coordination integrates all the members of the organization, then all the departments of the organization and all the department heads of the organization, etc. to achieve the common goal of. We know that there are different types of employees are working in an organization. They have their own plans and they have their own objectives. But coordination helps the management to unify their activities together. ബിസിനസ് ഓർഗനൈസേഷൻ വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ്. അപ്പം ഇത്തരം ആക്ടിവിറ്റീസിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് കോഓർഡിനേഷൻ എന്ന് പറയുന്നത്. കോഓർഡിനേഷൻ ഗിവ്സ് a common focus to the group effort and thereby unifying their diverse activities. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താണ്? കോഓർഡിനേഷൻ integrates group efforts. Then the second point, coordination ensures unity in action. All business organizations have different goals. This goal is achieved by the efficient management of that organization. Coordination helps the management to achieve this goal. Business ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കോഓർഡിനേഷൻ ആണ്. കോഓർഡിനേഷൻ ആക്ട് ആസ് എ ബൈൻഡിംഗ് ഫോഴ്സ് in between the departments of the organization and it ensures that all actions are aimed to achieve the common goal of the organization. ബിസിനസ് ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഒരു ബൈൻഡിംഗ് ഫോഴ്സ് ആയിട്ട് കോഓർഡിനേഷൻ വർക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ഉറപ്പിക്കാം? ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും വർക്ക് ഫോക്കസ് ചെയ്യുന്നത് ഒരേ രീതിയിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞത് യൂണിറ്റി ഇൻ ആക്ഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ വർക്കിൽ, ആക്ഷനിൽ, അവരുടെ പ്രവർത്തനത്തിൽ ഒരു യൂണിറ്റി എതിലൂടെ വരുന്നു? കോഓർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനത്തിൽ കൂടി വരുന്നു. അതാണ് നമ്മൾ ഈ പോയിന്റിൽ കൂടി പറഞ്ഞത്. കോഓർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഇൻ ആക്ഷൻ. ഓക്കെ. Third point, coordination is a continuous process. It is not a one-time process. It is a continuous process. That means coordination എന്ന് പറയുന്നത്
ഒരു വൺ ടൈം പ്രോസസ് അല്ല, അതായത് ഒറ്റ തവണത്തേക്ക് മാത്രമുള്ള ഒരു പ്രോസസ് അല്ല. ഇത് കണ്ടിന്യൂസ് ആണ്. ഓരോ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന്റെ ഓരോ സ്റ്റേജിലും അവിടെ എന്ത് വരുന്നുണ്ട്? കോഓർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം വരുന്നുണ്ട്. ദിസ് പ്രോസസ് ബിഗിൻ പ്ലാനിംഗ് സ്റ്റേജ് ആൻഡ് കണ്ടിന്യൂ സ്റ്റിൽ കൺട്രോളിംഗ്. പ്ലാനിംഗ് മുതൽ കൺട്രോളിംഗ് വരെ, നമ്മുടെ ഫംഗ്ഷൻസിൽ നമ്മൾ പഠിച്ചതാണ് പ്ലാനിംഗ് മുതൽ കൺട്രോളിംഗ് വരെ വരുന്ന ബിസിനസ് ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷൻസിൽ പ്ലാനിംഗ് മുതൽ കൺട്രോളിംഗ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ് ആണ് കോഓർഡിനേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കോഓർഡിനേഷൻ is a continuous process. Okay. Fourth point, coordination is an all-pervasive function. പെർവസീവ് എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ കോഓർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർവസീവ് ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് coordination required at all levels of the business organization due to the interdependent nature of its activities. It integrates all the efforts of different departments to achieve the organizational goal. ബിസിനസ് ഓർഗനൈസേഷന്റെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ, അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എല്ലാ ലെവലിലും കോഓർഡിനേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പെർവസീവ് ഫംഗ്ഷൻ എന്നുകൂടി പറയാം. Then the fifth one, coordination is the responsibility of all managers. Coordination is a function of every manager in the organization. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. 3 ലെവലിലാണ് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. All these levels have their own departmental heads or their own managers. Top level managers need to coordinate with their subordinates to implement the policies of the organization. ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ സബോർഡിനേറ്റ്സ് ആയ മിഡിൽ ലെവൽ മാനേജേഴ്സുമായിട്ട് ചേർന്ന് ഓർഗനൈസേഷന്റെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആൻഡ് ദ മിഡിൽ ലെവൽ മാനേജേഴ്സ് coordinate with the top level managers and the lower level managers. And the lower level managers coordinate all the activities with the workers. That means coordination is the responsibility of the managers. കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം എന്ന് പറയുന്നത് ഓരോ ലെവലിലെയും ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. Then the last but important characteristics of coordination is coordination is a deliberate function. A manager in an organization has to coordinate the employees' effort in a conscious and deliberate manner. Even when people willingly to cooperate and work, coordination gives a direction to that willing spirit. ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷൻ എന്നുകൂടി നമുക്ക് ഇതിനെ പറയാം, കോഓർഡിനേഷനെ പറയാം. ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ ആക്ടിവിറ്റീസിനെയും അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക് മാനേജ്മെന്റ് എത്തിക്കണം. ഇങ്ങനെ എത്തിക്കുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷനില് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? കോഓർഡിനേഷൻ വരുന്നത്. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോഓർഡിനേഷൻ എന്ന ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നത്. അപ്പൊ പോയിന്റ് ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് പോയിന്റ്, കോഓർഡിനേഷൻ ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്ട്. Then coordination ensures unity in action. Coordination is a continuous process. Then coordination is an all-pervasive function. Coordination is the responsibility of managers. And last one, coordination is a deliberate function. ഈ 6 പോയിന്റുമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. Students, the next topic is importance of coordination. കോഓർഡിനേഷന്റെ പ്രാധാന്യം. ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഹെഡിങ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് കോഓർഡിനേഷൻ. നമുക്ക് എന്തൊക്കെയാണ് അതിൽ വരുന്ന പോയിന്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഗ്രോ ഇൻ സൈസ്. As organization grow in size, the number of employees in the organization also increase.
and the different employees have different objectives. Coordination helps the business management to integrate the employees' effort with the organizational objectives. ബിസിനസ് ഓർഗനൈസേഷൻ വളരുന്നതോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന് എണ്ണവും എന്താകുന്നു, വളരുന്നു അല്ലെ. ഓരോ എംപ്ലോയീസിന് വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള അഭിരുചികളാണ് ഉണ്ടാവുക. കോർഡിനേഷൻ എന്ത് ചെയ്യുന്നു, ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ എഫേർട്ടിനെ ഒന്നിച്ച് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് ഗ്രോത്ത് ഇൻ സൈസ് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസിൽ ആദ്യം മനസ്സിലാക്കിയത്. Next point, functional differentiation. Different departments in the organization have their own set of objectives and policies. This creates a conflicting situation many of times in the organization. Coordination helps to integrate these activities of different departments to a common goal. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഓബ്ജക്റ്റീവ്സും അതിൻ്റെതായ പോളിസീസും ഉണ്ട്. ഇതെല്ലാം ഇപ്പോഴും ബിസിനസ് ഓർഗനൈസേഷൻ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസി പ്ലാൻസ്, അതേപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായ പോളിസീസ് ഉണ്ട്. അപ്പൊ എല്ലാം ഇപ്പോഴും ഈ ഓരോ ഡിപ്പാർട്ട്മെന്റൽ പ്ലാൻസും ഓർഗനൈസേഷണൽ പ്ലാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാറുണ്ട്. കോർഡിനേഷൻ ഇന്റഗ്രേറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ബിസിനസ്സിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ കോർഡിനേഷൻ സഹായിക്കുന്നു. Third point, specialization. In modern organization, there are different specialized work are taken place. It is performed by the specialist of that organization. There arising a conflict between the specialist in that department. ഇങ്ങനെ സ്പെഷ്യലിസ്റ്റ് വർക്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി മാനേജ്മെന്റിനെ ലക്ഷ്യം കൈവരിക്കാൻ കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ 3 പോയിന്റ് ആണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഗ്രോത്ത് ഇൻ സൈസ്, then functional differentiation, and the last one specialization. Dear students, I hope this concept is clear to you. We will meet in the next class. Thank you.